ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞൊരു ഫിഗർ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരു ലൈന്, സർക്കിള്, അതുപോലെ ആർക്ക്, ഇതുപോലുള്ള കുറച്ച് ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കിയിരുന്നു ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയറിനകത്ത്. ഇനി അടുത്തതായിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ എന്നുള്ള ഫിഗർ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 4 സൈഡുള്ള ഒരു ജിയോമെട്രിക്കൽ ഫിഗറാണ്, 4 സൈഡുള്ള. അപ്പോൾ ഇതിൻ്റെ റെക്റ്റാങ്കിൾ കേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടെ റെക്റ്റാങ്കിളിന് 4 സൈഡുകളും 4 വെർട്ടെക്സ് പോയിന്റുകളുമാണ് ഉള്ളത്. 1, 2, 3, 4. അതുപോലെ 4 സൈഡുകളും ഉണ്ട്. പിന്നെ നമ്മൾ റെക്റ്റാങ്കിളിന്റെ കേസ് നോക്കുവാണെങ്കിൽ റെക്റ്റാങ്കിളിന് ഉള്ള 2 കാര്യങ്ങളാണ് ലെങ്ത് എന്ന് പറയുന്നത്, അതുപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ലെങ്ത് ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു താഴെ ഇപ്പൊ ഈ 100 എന്ന് കാണിച്ചേക്കുന്നത് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഈ സൈഡാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ ഈ 50 എന്ന് കാണിച്ചേക്കുന്നതാണ് വിഡ്ത്ത് എന്ന് പറയുന്ന സൈഡ്. ഈ റെക്റ്റാങ്കിളിന്റെ കേസിൽ 100 ലെങ്തും അതുപോലെ 50 വിഡ്ത്തും ഉള്ളൊരു റെക്റ്റാങ്കിളാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. ഇപ്പൊ റെക്റ്റാങ്കിൾ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്തും എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ സൈഡ് മെഷർ ചെയ്ത് നോക്കിയാലും അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ സെയിം 100 എന്നുള്ളത് തന്നെ ആയിരിക്കും. ഓക്കെ, 100. അതുപോലെ ഇപ്പുറത്തെ സൈഡ് മെഷർ ചെയ്താൽ 50 എന്നുള്ളത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതുപോലെ റെക്റ്റാങ്കിളിന്റെ കേസിലുള്ള അടുത്തൊരു പോർഷനാണ് ഡയഗണൽ എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ 2 കോർണർ പോയിന്റ്, ആ കോർണർ പോയിന്റുകളിനെ വെർട്ടെക്സ് എന്ന് പറയും. ആ വെർട്ടെക്സുകൾ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് ഈ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഡയഗണലിന് മെഷർ ചെയ്യണമെങ്കിൽ ഇവിടെ അലൈൻഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അലൈൻഡ് എന്നുള്ള എടുത്തിട്ട് അതിന്റെ 2 എൻഡ് പോയിന്റ് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഡയഗണലിന്റെ ലെങ്ത് എത്ര ആണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഓട്ടോക്യാഡിനകത്ത് എങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാമെന്ന് നോക്കാം. റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ റിബണിൽ ഇവിടെ ഡ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡ്രോയിൽ ഈ കിടക്കുകയാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ താഴെ നമ്മുടെ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ അവർ ആദ്യം ചോദിക്കുന്നുണ്ട് സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് എന്ന്. അപ്പൊ നമുക്കിപ്പോൾ ഈ റെക്റ്റാങ്കിൾ എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കർസർ നിൽക്കുന്ന പോയിന്റിൽ നിന്നാണ് തുടങ്ങണമെന്ന് വെച്ചോ. അപ്പോൾ ആ പോയിന്റ് ഒന്ന് വരിക, ക്ലിക്ക് ചെയ്യുക. നമുക്ക് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ അവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. ആ പോയിന്റ് ഇനി അടുത്ത് അവർ ചോദിക്കുന്ന സ്പെസിഫൈ അതർ കോർണർ പോയിന്റ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണർ ആണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ കർസർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു ആ ഡയറക്ഷനിലോട്ട് നമുക്ക് ഈ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. ആദ്യം നമ്മൾ കാണിച്ചു കൊടുത്ത ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും. അതിൽ നിന്ന് നമുക്ക് ഈ ഒരു 4 ഡയറക്ഷനിൽ എങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ എനിക്ക് ഈ താഴോട്ട് ഈ പോയിന്റ് വരെയാണ് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട ആ ഒരു നെക്സ്റ്റ് പോയിന്റ് കാണിച്ചു കൊടുത്താൽ ഇത് രണ്ടിന്റെയും ഇടയിലായിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ആ വരച്ചതിന്റെ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ ഇവിടെ ലീനിയർ എന്നുള്ള എടുത്തു. എന്നിട്ട് ആ എൻഡ് പോയിന്റ് 2 കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലെങ്ത് എത്ര ആണെന്നും അതുപോലെ വിഡ്ത്തും വേണമെങ്കിൽ നമുക്കിവിടെ മെഷർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പൊ ഈ മെത്തേഡ് നമുക്ക് ശരിക്കും യൂസ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് 2 പോയിന്റുകൾ അറിയാം. അതായത് എനിക്കിപ്പോ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഈ 2 ലൈനിന് ഇടയിൽ നിൽക്കുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ റെക്റ്റാങ്കിൾ എന്നുള്ള എടുക്കുക, ഫസ്റ്റ് കോർണർ ഇത് കൊടുത്തു, ഓപ്പോസിറ്റ് കോർണർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 2 ലൈനിന് ഇടയിൽ നിൽക്കുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വരച്ചെടുക്കാം. ഇതാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ കറക്റ്റ് ആയിട്ട് ലെങ്തും വിഡ്ത്തും എത്രയാണെന്ന് അറിയത്തില്ലെങ്കിലാണ് ഈ രീതിയിലൊക്കെ വരയ്ക്കേണ്ടി വരുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ലെങ്ത് എന്നുള്ള വാല്യൂ അറിയാം, വിഡ്ത്ത് എന്നുള്ള വാല്യൂ അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ ലെങ്തും വിഡ്ത്തും സ്പെസിഫൈ ചെയ്ത് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ അതെങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ റെക്റ്റാങ്കിൾ എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പൊ എന്നിട്ട് ആദ്യം ഇവിടെ സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് എന്നുള്ള എടുക്കുക. ഞാൻ ഇവിടെ ഒരു ഫസ്റ്റ് കോർണർ എനിക്ക് ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ ഡയമെൻഷൻസ് എന്നൊരു പോർഷൻ ഉണ്ട്, ഡയമെൻഷൻസ്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചോദിക്കും നമുക്ക് ലെങ്ത് എത്ര വേണമെന്ന്. ഇപ്പൊ എനിക്കൊരു 100 ആണ് ലെങ്ത് വേണ്ടത്, 100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അടുത്ത അവർ ചോദിക്കുന്ന വിഡ്ത്ത് എനിക്കൊരു 50 ആണ് വേണ്ടത്, 50 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരും. നമ്മൾ ആ ഫസ്റ്റ് കോർണർ പോയിന്റ് കാണിച്ച് കൊടുത്തോർത്തുനിന്ന് ഒന്നീ മേളിലോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ താഴത്തെ ഈ സൈഡ് നമ്മൾ നേരത്തെ 4 ക്വാഡ്രന്റ് പോയിന്റിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതുപോലെ ഏത് ക്വാഡ്രന്റിലേക്കാണോ നമുക്ക് വേണ്ടത് ആ ഡയറക്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ പറഞ്ഞ ലെങ്ത് നമ്മൾ എത്രയാണോ സ്പെസിഫൈ ചെയ്ത് അത്രയും ലെങ്ത് ഉള്ള, അതുപോലെ ആ സെയിം വിഡ്ത്ത് ഉള്ള റെക്റ്റാങ്കിൾ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പം ലെങ്ത് 100ഉം
വിഡ്ത്ത് 50 ഉള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് വന്നത്. ഇനി നമുക്കിപ്പോൾ ഒരു സ്ക്വയർ വരയ്ക്കണമെന്ന് വെച്ചോ. അപ്പോൾ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ഈ സെയിം തന്നെ ഡയമെൻഷൻ എടുത്തിട്ട് ഇപ്പോൾ ലെങ്ത് 100 കൊടുത്തു, എൻ്റർ അടിക്കുക, വിഡ്ത്തും 100 കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പം ഈ ലെങ്തും വിഡ്ത്തും സെയിം വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്ക്വയർ അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഡയഗണൽ മെഷർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് കോർണറുകൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അന്നേരമാണ് നമുക്ക് അവിടെ ഡയഗണൽ കിട്ടുന്നത്. അത് ചരിഞ്ഞ ലൈൻ ആയതുകൊണ്ട് ഇവിടെ അലൈൻഡ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് മാത്രമേ നമുക്ക് ഈ ഒരു ഡയഗണലിൻ്റെ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഈ വരച്ച ഫിഗറിന് ഇപ്പം ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് കൺട്രോൾ 1 എന്നുള്ളത് പ്രസ് ചെയ്യുക. കൺട്രോൾ കീയും നമ്മുടെ കീബോർഡിലെ കൺട്രോൾ കീയും 1 എന്നുള്ള ഡിജിറ്റും ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദാണ്ട് ഈ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദാണ്ട് ഈ ജോമെട്രി എന്നുള്ള പോർഷന് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ ഏരിയ എത്ര ആണെന്ന് ഇവിടെ കിട്ടും, ഏരിയയും പെരിമീറ്ററും. അപ്പോൾ ദാണ്ട് ഇതിപ്പോൾ സ്ക്വയർ അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ 100 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡ് എന്നല്ലേ, ആ പെരിമീറ്റർ ആണ് ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. പിന്നെ ഏരിയ എന്ന് പറയുന്നത് ഇത് എൻക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 100 എന്നൊരു യൂണിറ്റ് ആണ് കൊടുത്തത്. അപ്പം ഇപ്പം സപ്പോസ് 100 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പം സൈഡ് ഇൻറ്റു സൈഡ് എന്നല്ലേ, ഇപ്പോൾ 100 ഇൻറ്റു 100. അങ്ങനെയാണ് നമുക്ക് ദാണ്ട് ഇവിടെ ഈ ഒരു വാല്യൂ ഇവിടെ കിട്ടിയേക്കുന്നത്. അത്രയും ഇപ്പോൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൺട്രോൾ 1 എന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഏരിയയും പെരിമീറ്ററും ഒക്കെ കാണണമെങ്കിൽ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നമുക്കിപ്പം വേണമെങ്കിൽ നോർമലി നമ്മൾ ആ ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. കുറച്ചുകൂടി എളുപ്പമാണ് ഈ പ്രോപ്പർട്ടീസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആണോ? ഇതാണ് റെക്ടാങ്കുലർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിത് റിബണിൽ നിന്ന് എടുത്ത് വരച്ചതാണ്. റെക്ടാങ്കിളിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് REC എന്നാണ്. REC ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് കാണിക്കും. REC ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് സെയിം മെത്തേഡ് ഫസ്റ്റ് കോർണർ എടുത്തു, ഡയമെൻഷൻ എന്നുള്ള എടുത്തു. ഇപ്പോൾ എനിക്കൊരു 50യും വിഡ്ത്ത് 50 ഉള്ളതാണ് വേണ്ടതെങ്കിൽ ആ ഒരു വാല്യൂ ഉള്ള ഒരു സ്ക്വയർ നമുക്കിവിടെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ റെക്ടാങ്കിൾ എടുത്തു, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർണർ കൊടുത്തു, എന്നിട്ട് ഇവിടെ ഏരിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഈ ലെങ്തും വിഡ്ത്തും അറിയത്തില്ല, പകരം ഏരിയ അറിയാം. ഒന്നിൽ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത്, ഇതിലേതെങ്കിലും ഒരു വാല്യൂ ആണ് അറിയാമെങ്കിൽ അടുത്ത മെത്തേഡാണ് ഏരിയ എന്ന് പറഞ്ഞ മെത്തേഡ്. ഇവിടെ ഏരിയ എന്നുള്ള എടുത്തു. ഏരിയ ഞാനിപ്പോൾ ഇത്രയും വാല്യൂ കൊടുത്തെന്ന് വെച്ചു. ഇപ്പോൾ ഇവിടെ ഒരു 10,000 എന്ന് കൊടുത്തു, എന്നിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിക്കും ലെങ്ത് ആണോ വിഡ്ത്ത് ആണോ നമുക്ക് അറിയാവുന്നത്. ഇപ്പോൾ ലെങ്ത് ആണ് അറിയാമെങ്കിൽ ലെങ്ത് എന്നുള്ള എടുത്തു. എന്നിട്ട് ഞാനിവിടെ ലെങ്ത് 100 കൊടുത്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്നല്ലേ, അപ്പോൾ ആ കാൽക്കുലേഷൻ വെച്ചിട്ട് അവർ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിച്ചോളും. കണ്ടുപിടിച്ചിട്ട് നമുക്കിവിടെ കറക്റ്റായിട്ട്, അപ്പോൾ ഇവിടെ 10,000 കൊടുത്തുകൊണ്ട് ലെങ്ത് ഞാൻ 100 ആണ് കൊടുത്തത്. അപ്പം 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വിഡ്ത്ത് എന്ന് പറയുന്നതും 100 ആണ് വരുന്നത്. കാരണം 10,000 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ കിട്ടുന്ന വാല്യൂ 100 എന്ന് തന്നെയാണ്. ക്ലിയർ ആണോ? ഈ മെത്തേഡ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ REC എൻ്റർ അടിച്ചു, ഫസ്റ്റ് കോൺട്രോൾ കൊടുത്തു. ഇപ്പം നമുക്ക് ലെങ്തും വിഡ്ത്തും കറക്റ്റ് അറിയാമെങ്കിൽ ഡയമെൻഷൻ എന്നുള്ള എടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിച്ച് പോവാം. അതല്ല നമുക്കിപ്പോൾ ഏരിയ അറിയാം. ഇപ്പോൾ ഏരിയ 10,000 തന്നെ കൊടുത്തു, എന്നിട്ട് എനിക്ക് വിഡ്ത്ത് ആണ് അറിയാവുന്നത്. വിഡ്ത്ത് ഞാൻ ഇപ്പോൾ ഒരു 50 ആണ് കൊടുത്തതെന്ന് വെച്ചോ. എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതാണ്ട് ഇതുപോലെ വരും. ഇവിടെ നമ്മൾ വിഡ്ത്ത് കൊടുത്ത വാല്യൂ എത്ര? 50 ആണ്. 50 കൊടുത്തു. അപ്പോൾ ഈ 10,000-നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂ ആയിരിക്കും ഇവിടെ നമുക്ക് ലെങ്ത് എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഏരിയയും ഒന്നിൽ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത്, ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനാണ് അറിയാമെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇത്രയാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിൻ്റെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ദെൻ, താങ്ക് യു. എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക.